വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മൾ വിയറ്റ്നാമിൽ എത്തിയിട്ട് 4th ഡേ ആണ്. ഹൊയാനിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ അടുത്തുള്ള കാംതാൻ കോക്കനട്ട് വില്ലേജ് കാണുവാനായിട്ട് ഇപ്പം നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ജേർണി സദേൺ വിയറ്റ്നാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഹോച്ചിമിൽ നിന്നും. പിന്നെ നമ്മൾ സെൻട്രൽ വിയറ്റ്നാമായ ഹൊയാനിലോട്ട് എത്തി. ഇന്ന് നമ്മൾ വൈകിട്ട് ഹനോയിലോട്ട് പോകും, നോർത്തേൺ വിയറ്റ്നാമിലോട്ട്. കോക്കനട്ട് വില്ലേജിലോട്ട് വെൽക്കം ചെയ്യാനായിട്ട് ഇവരുടെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാം. ഇവിടുത്തെ കോക്കനട്ട് വില്ലേജ് കാണുവാനായിട്ട് നമ്മൾ ബാസ്കറ്റ് ബോട്ടിലാണ് പോകുന്നത്. ഒരു ബോട്ടിൽ നമുക്ക് 2 ആൾക്ക് കയറാം. ബോട്ടിൽ കയറുമ്പോൾ തന്നെ ഇവരുടെ ട്രഡീഷണൽ തൊപ്പിയും പിന്നെ ഒരു കുടയൊക്കെ നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, നല്ല ചൂടും. സെൻട്രൽ വിയറ്റ്നാമിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഈ കോക്കനട്ട് വില്ലേജ്. ഇവിടെ രാവിലെ 7 മണി തൊട്ട് എൻട്രൻസ് ഉണ്ട്. അതിരാവിലെ വരുവന്നെയായിരിക്കും നല്ലത്, കാരണം ഈ വെയിലിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാം. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തുഴയുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഭാരത് മാതാ കി ജയ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഷാറുഖ് ഖാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ ചെറുതായിട്ട് വെയിലിൽ നിന്ന് കുറവുണ്ട്, ചെറിയൊരു ആശ്വാസം. ഹെക്ടേഴ്സിലായിട്ടാണ് ഈ വാട്ടർ കോക്കനട്ട് ഫാം ഉള്ളത്. ഇവിടെ കുറേ ചെറിയ കനാൽസ് ഉണ്ട്. എല്ലാ ബോട്ട്സും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഒന്നും വരുന്ന കാണുന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ വേറെ ഏതെങ്കിലും റൂട്ടിൽ കൂടി ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു ഗ്രൂപ്പായി പാട്ടൊക്കെ പാടി ഇതിലൂടെ പോവാനായിട്ട് നല്ല രസമുണ്ട്. വെള്ളത്തിലാണ് ഈ കോക്കനട്ട് ട്രീസ് ഒക്കെ നിൽക്കുന്നത്. അതിൽ തേങ്ങ നമുക്ക് കാണാം, പക്ഷെ നമ്മുടെ നാട്ടിലെ തേങ്ങയെ പോലെയല്ല, വേറെ എന്തോ ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. തണലിൽ നിന്നും നമ്മൾ വീണ്ടും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലെത്തി. ഇവിടെ ആണെങ്കിൽ ഈ കുട്ടവഞ്ചിയിൽ ഇരുന്നിട്ട് അതിൽ തുഴയുന്ന ആളുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണാം. നമുക്കും വേണമെങ്കിൽ അതിൽ കയറുകയാണെങ്കിൽ അവർ നമ്മളിങ്ങനെ വഞ്ചി നല്ല പോലെ തിരിച്ചു തരും.
ഇനി നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇവിടെ വന്നാലേ ഫുൾ എന്റർടൈൻമെന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഒരു DJ ഫ്ലോറിന്റെ അടുത്തേക്കാണ്. അപ്പൊ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആ ഒരു സോങ് ഉണ്ടല്ലോ, അത് അവരുടെ ലാംഗ്വേജിൽ പാടുന്നു. നമുക്ക് വേണമെങ്കിൽ അതിൽ ആ DJ ഫ്ലോറിൽ കയറിയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാം. ഓരോ രാജ്യത്തു നിന്നും ആളുകൾ വരുമ്പോഴും അവരുടെ ലാംഗ്വേജ് അനുസരിച്ചിട്ട് ഈ DJ ഫ്ലോറിലെ പാട്ടുകൾ അവർ മാറ്റിക്കൊണ്ടിരിക്കും. ബാസ്കറ്റ് ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എൻട്രൻസിന്റെ അവിടെ എത്തി. ചൂടിൽ നിന്ന് വന്നതല്ല, അപ്പോൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുത്തെ കോക്കനട്ട് ട്രീസിലെ ആ ഒരു തേങ്ങയുടെ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിയറ്റ്നാമിൽ വന്നിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ തണുത്തുള്ള എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3/4 ഭാഗം അവർ ഐസ് ഇട്ടിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കോൾഡ് കോഫി ആണെങ്കിലും കോക്കനട്ട് കോഫി ആണെങ്കിലും അതുപോലെ ഈ ഒരു ഡ്രിങ്ക് ആണെങ്കിലും വ്യത്യാസമൊന്നുമല്ല, 3/4 ഭാഗം ഐസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് അവരിത് പൾപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് നോക്കാം. കോക്കനട്ട് പൾപ്പും ആ ഒരു തേങ്ങാക്കൊത്തിന്റെ ഫ്രൈ ഒക്കെ കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ നെക്സ്റ്റ് മാർബിൾ മൗണ്ടൻസ് കാണാൻ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് കേവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മേലേക്ക് കയറുവാനായിട്ട് സ്റ്റെപ്സ് കൂടെ പോവാം, അല്ലാന്ന് വെച്ചാൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ മേലെ പോകുമ്പോൾ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. താഴോട്ട് നമ്മൾ സ്റ്റെപ്സിൽ വരാമെന്ന് വിചാരിച്ചു. മാർബിൾ മൗണ്ടൻസിലെ 5 ലൈംസ്റ്റോൺ മലകളാണ് വരുന്നത്. ആ കാണുന്നതൊക്കെ ഈ മാർബിൾ മൗണ്ടൻസിൽ പെടും. 5 എലമെന്റ്സ് ഓഫ് നേച്ചറിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. മെറ്റൽ, വുഡ്, ഫയർ, വാട്ടർ, എർത്ത്, അങ്ങനെയാണ് 5 എലമെന്റ്സ് ആയിട്ട് വരുന്നത്. നമ്മളിതിൽ ഒരു മാർബിൾ മൗണ്ടൻ ആണ് വിസിറ്റ് ചെയ്യുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് വാട്ടറിനെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുള്ളതാണ്. 5 മൗണ്ടൻസിൽ നമ്മൾ നിൽക്കുന്ന ഈ വാട്ടർ മൗണ്ടൻ ആണ് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം ഇതാണ് ബിഗ്ഗസ്റ്റ് വൺ. പിന്നെ ഇവിടെ കുറെ കൺസ്ട്രക്ഷൻസും അതുപോലെ പഗോഡാസ്, സ്റ്റാച്യൂസ്, കേവ്സ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ദനാങ് ബീച്ച് കാണാം. So let's go and explore Marble Mountain.
റസ്റ്റിക് ലുക്കിലുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അങ്ങിങ്ങായി ചെറിയ പഗോഡസും സ്റ്റാച്യൂസും ഗാർഡൻസും ഒക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ടെമ്പിൾ കൂടി ഉണ്ട്. ഇനി നമ്മൾ മാർബിൾ മൗണ്ടനിലെ കേവ്സിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ്. ചില സ്ഥലങ്ങളിൽ പുറത്തോട്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് കാണാം. കേവ്സിനകത്തും ചെറിയ ടെമ്പിൾസും ബുദ്ധ സ്റ്റാച്യൂസും വർഷിപ്പ് ചെയ്യാനുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. ഇതിനകത്തൊരു പ്രത്യേക ഫീലിംഗ് ആണ്. നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടുത്തെ സ്റ്റെപ്സിന്റെ ഫോർമേഷൻ ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, റിസ്കി ആണ്. ശ്രദ്ധിച്ചു വേണം കയറുവാനായിട്ട്. ഇവിടെ വരുമ്പോൾ ഗ്രിപ്പുള്ള ഫുട്വെയർ യൂസ് ചെയ്യുക. ഈ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ഈ ബുദ്ധ സ്റ്റാച്യു ഒക്കെ കാണുമ്പോൾ മനസ്സിനുള്ളിൽ തന്നെ ഒരു റെജുവിനേറ്റഡ് ഫീലിംഗ് ആണ് വരുന്നത്. ഈ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺസ് ആണ്. പല സ്ഥലത്തും പല കളേഴ്സും ഫോർമേഷൻസ് ഒക്കെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആണ് ഇവിടെ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെറുതായിട്ട് കാറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. കേവ്സ് ഒക്കെ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്റ്റെപ്സ് കയറി വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് സ്റ്റെപ്സ് കയറി പോകുമ്പോഴുള്ള എൻട്രൻസ് വരുന്നത്. നമ്മൾ ദനാങ് സിറ്റിയോട് വിട പറയുകയാണ്. നമുക്കിന്ന് വൈകിട്ട് ദനാങ്ങിൽ നിന്നും ഹനോയിലോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. ആസ് യൂഷ്വൽ വിയറ്റ് ജെറ്റ് ആണല്ലോ, ഫ്ലൈറ്റ് ഡിലേ ആണ്. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. ലഞ്ച് കഴിഞ്ഞ പാടെ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുകയാണ്. പോകുന്ന വഴി നമുക്ക് ദനാങ് ബീച്ചൊക്കെ ഒന്ന് കാണാം. കോക്കനട്ട് വില്ലേജിന്റെയും മാർബിൾ മൗണ്ടൻസിന്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്ന ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പുതിയ സ്ഥലമായ ഹനോയിലോട്ട് പോകുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം അടുത്ത വ്ളോഗ്സിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.